വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവർഷത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥ പഠന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ ദുർഗ്രഹ വചനങ്ങളെപ്പറ്റിയും ഭാഗങ്ങളെപ്പറ്റിയുമാണ് ചിന്തിച്ചു വന്നിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ ഏതാനും ഭാഗങ്ങൾ നാം കണ്ടതിന് ശേഷം ഇന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏതാനും വേദഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ പോലെ തന്നെ മർക്കോസിലെ പല പരാമർശങ്ങളും വേദഭാഗങ്ങളും ഒറ്റ വായനയിൽ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള ചില വിവരണങ്ങൾ നമുക്ക് കാണാനാവും. നമുക്കാദ്യമായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാം വചനത്തിൽ പ്രകാരം കാണുന്നു: അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്ത് തരം ജ്ഞാനസ്നാനമാണ് സ്നാപയോഹന്നാനിലൂടെ നാം മനസ്സിലാക്കുന്നത്? ഇവിടെ ഇത് മനസ്സിലാക്കുന്നതിന് ഇതിന് 3 വാക്കുകൾ പ്രധാനമാണ്. ഒന്നാമത്തേതായി ജ്ഞാനസ്നാനം അഥവാ വെള്ളത്തിൽ മുങ്ങൽ. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? നാം ചരിത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ യഹൂദരുടെ മതപരമായ ചടങ്ങുകളിൽ ശുദ്ധീകരണ കർമ്മങ്ങൾ അല്ലെങ്കിൽ ക്ഷാളന കർമ്മങ്ങൾ വളരെ പ്രധാനമായിരുന്നു. അവരുടെ ആരാധനപരമായ കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കഴുകൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതൊരു മതപരമായ ചടങ്ങുമായിരുന്നു. പലപ്പോഴും ഇപ്രകാരമുള്ള സ്നാനം, കഴുകൽ ആവർത്തിക്കപ്പെടാവുന്ന സ്നാനങ്ങൾ, കഴുകൽ അവരുടെ ഇടയിൽ യഹൂദ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ യഹൂദർ അനുഷ്ഠിച്ചിരുന്ന ഈ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ കർമ്മങ്ങൾ വിജാതീയരെ യഹൂദ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ വിജാതീയരെ ക്രിസ്തു മതത്തിലേക്ക് ചേർത്തപ്പോൾ ഈ ക്ഷാളനകർമ്മം ആവർത്തിക്കാത്തതായ ഒരിക്കൽ മാത്രമുള്ള കഴുകൽ യാഥാർത്ഥ്യമായി വന്നിരുന്നു. അപ്പോൾ യഹൂദരുടെ ഇടയിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുന്ന ഈ കർമ്മം ക്രിസ്തു മതത്തിൻ്റെ കാലമായപ്പോഴേക്കും ഒരിക്കൽ മാത്രം കഴുകുന്ന ആചാരപരമായ അശുദ്ധിയെ, അവരുടെ വിജാതീയമായ എല്ലാ അശുദ്ധികളിൽ നിന്നും കഴുകുന്ന, ഒരിക്കൽ മാത്രം കഴുകുന്ന ഒരു ക്ഷാളന കർമ്മമായി മാറുന്നുണ്ട്. യഹൂദ പാരമ്പര്യത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി പോവുകയാണെങ്കിൽ ചാവുകടലിൻ്റെ തീരത്ത് ജീവിച്ചിരുന്ന എസ്സീനികൾ അല്ലെങ്കിൽ ഖുമ്രാൻ ചുരുളുകളുടെ കർത്താക്കളായ എസ്സീനികൾ, അവരുടെ ഇടയിൽ ഈ ക്ഷാളനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മിശിഹായുടെ വരവിന് മുമ്പ് വിശുദ്ധനായി ജീവിക്കുവാൻ വേണ്ടി സ്വയം മാറി നിന്ന് ചാവുകടലിൻ്റെ തീരത്ത് സന്യാസികളെ പോലെ ജീവിച്ചിരുന്ന അവർക്ക് ക്ഷാളനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലവും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ആവർത്തിക്കപ്പെടാവുന്ന കഴുകലുകളും ക്ഷാളനങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ വന്നത് അല്ലെങ്കിൽ യോഹന്നാൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മം, ഒരു ദൗത്യം എന്ന് പറയുന്ന മാമോദിസ നൽകുകയായിരുന്നു. അതായത് അശുദ്ധിയിൽ നിന്ന് കഴുകി മിശിഹായുടെ വരവിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുക എന്നുള്ളത്. അതാണ് ആദ്യത്തെ വാക്കിലൂടെ നാം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ വാക്ക് അനുതാപം എന്നാണ്. അനുതാപത്തിൻ്റെ മാമോദിസ എന്ന് പറയാറുണ്ട്. അപ്പോൾ അനുതാപം എന്ന വാക്കുമായി ജ്ഞാനസ്നാനം വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. യഹൂദ കാഴ്ചപ്പാടിൽ അനുതാപം എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റം മാത്രമല്ല, അവൻ്റെ പഴയ ജീവിതചര്യകളിൽ നിന്നും പാതകളിൽ നിന്നും പിൻവാങ്ങി ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുന്ന ആ വ്യതിചലനമാണ് യഥാർത്ഥത്തിലുള്ള അനുതാപം. അതിൻ്റെ അർത്ഥം അവർ മുൻപ് ദൈവത്തിൻ്റെ പാതയിലല്ലായിരുന്നു, എന്നാൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പാതയിലേക്ക് വരിക എന്നുള്ളതാണ് അനുതാപത്തിൻ്റെ ആന്തരിക അർത്ഥത്തിൽ യഹൂദ മതത്തിൽ പ്രധാനമായും കാണുന്നത്.
എപ്രകാരമുള്ള പാപങ്ങളിൽ നിന്നാണ് പിന്തിരിയേണ്ടതെന്നോ എപ്രകാരമാണ് അതിൻ്റെ പ്രായോഗിക വഴികളെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. അത് ഓരോരുത്തരെയും സംബന്ധിച്ച്, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഒരാൾ പഴയ വഴിയിൽ നിന്ന് മാറി പുതിയ വഴികളിലൂടെ ദൈവത്തിൻ്റെ പാതകളിലൂടെ ചരിക്കുന്ന ഈ അനുതാപത്തെ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയണമെന്നില്ല. ആന്തരികമായി മാറ്റം ആർക്കും തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അയാൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ മനമാറിയതെന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതകളിലൂടെ ചരിക്കുന്നെന്ന് ആന്തരിക വ്യാപാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനാവില്ല. അപ്പോൾ അതിനുവേണ്ടി ഈ ആന്തരിക മാറ്റത്തിൻ്റെ സൂചനയായി ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുത്തിരുന്നു. പുതിയ വഴികളിലൂടെ ചരിക്കുവാനുള്ള ചില പ്രതിജ്ഞകൾ എടുത്തിരുന്നു. അപ്പോൾ യഹൂദരുടെ ഇടയിൽ ഈ പ്രതിജ്ഞ നിറവേറ്റാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരുന്നു. ദൈവത്തിൻ്റെ പാതകളിലൂടെ ചരിക്കുവാനുള്ള തീരുമാനത്തിന് ഉപോത്ബലകമായി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രതിജ്ഞകൾ നിറവേറ്റാതിരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമായിരുന്നു. അത്ര ലാഘവത്തോടെ കാണാൻ സാധ്യമായിരുന്നു എന്നുള്ളതല്ല. അപ്പോൾ അതാണ് ആന്തരിക മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. പ്രതിജ്ഞയും പ്രതിജ്ഞയോടുള്ള വിശ്വസ്തതയുമാണ് ആന്തരിക മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്നുള്ളൊരു പരാമർശം നമ്മളിവിടെ കാണുന്നത്. ഓരോരുത്തരും തങ്ങളുടെ വഴികൾ ക്രമപ്പെടുത്തണം. അതിനുള്ള കാരണവും സ്നാപക യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മിശിഹായുടെ വരവാണ്. അപ്പോൾ മിശിഹായുടെ വരവിൻ്റെ സമയത്ത് നീതിമാന്മാർക്ക് അനുഗ്രഹവും പാപികൾക്ക് ശിക്ഷയും ലഭിക്കുമെന്നുള്ള ഒരു ധാരണയും ചിന്തയും ഒരു മനോഭാവവും ഇസ്രായേൽക്കാരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിശിഹ വരുമ്പോൾ യഥാർത്ഥ പാപമോചനം നൽകും. അപ്പോൾ ആരാണോ മാനസാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ പാതകളിലൂടെ ചരിക്കുകയും അതിനനുസൃതമായ പ്രതിജ്ഞ എടുത്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനം ലഭിക്കുമെന്ന്, മിശിഹ പാപമോചനം നൽകുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട പാപമോചനത്തിൻ്റെ പ്രത്യേകമായ അടിസ്ഥാനം. അപ്പോൾ യഥാർത്ഥത്തിൽ അനുതപിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ പ്രതിജ്ഞ നിറവേറ്റിച്ചരിക്കുന്ന ആന്തരികമായ വ്യത്യാസങ്ങൾ, ആന്തരികമായ വ്യതിചലനങ്ങൾ, ആന്തരികമായ വ്യതിയാനങ്ങൾ വരുന്ന ഒരുവന് ദൈവസന്നദ്ധയിൽ പാപമോചനം ലഭിക്കും എന്നുള്ള ചിന്തയാണ് ഇതിൽ നിന്ന് നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ യോഹന്നാൻ നൽകിയ സ്നാനം ക്രൈസ്തവരുടെ സ്നാനത്തിൻ്റെ ഒരു മുൻ രുചിയാണെന്നും ഒരു മുൻ രൂപമാണെന്നും ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ജനങ്ങളെ 3 കാര്യങ്ങളിലേക്കാണ് യോഹന്നാൻ്റെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് ഈ 2-ാം അധ്യായം 38-ാം വചനത്തിൽ ഈ ജ്ഞാനസ്നാനത്തിൻ്റെ രീതികളെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ മിശിഹായിലുള്ള വിശ്വാസം. ഒന്നാമത്തെ കാര്യം ക്രൈസ്തവ ജ്ഞാനസ്നാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഉയർത്തെഴുന്നേറ്റ മിശിഹായിലുള്ള വിശ്വാസം. രണ്ടാമത് സത്യവുമായി യോജിച്ചു പോകുന്ന അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ മാനസാന്തരം. ക്രിസ്തു എന്ന സത്യവുമായി ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ മാർഗത്തിലൂടെ ചരിക്കുവാനുള്ള അവരുടെ ആന്തരികമായ മനംമാറ്റം അല്ലെങ്കിൽ അവരുടെ മാറ്റം. മൂന്നാമതായി പാപമോചനം അല്ലെങ്കിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പാപത്തിൻ്റെ വഴികളിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുവാനുള്ള പ്രതിജ്ഞ. അതുകൊണ്ട് തന്നെ ഈ യഹൂദരുടെ ജ്ഞാനസ്നാനവും ക്രൈസ്തവരുടെ ജ്ഞാനസ്നാനവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നു. അവർ ബാഹ്യമായ ചില ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടി അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ അതാണ് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിച്ച ജ്ഞാനസ്നാനം. എന്നാൽ അതിൻ്റെ ഔന്നത്യം നിറഞ്ഞ ഒരു ജ്ഞാനസ്നാനത്തെ പറ്റിയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ൽ പറയുക. അവിടെ പ്രധാനമായും ഉള്ളത് അനുതാപം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, മുങ്ങൽ അല്ലെങ്കിൽ കഴുകൽ, പാപങ്ങളുടെ മോചനം, പരിശുദ്ധാത്മാവിലുള്ള നിറയൽ, ഇവയെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജ്ഞാനസ്നാനം. അതിൻ്റെ ഒരു മുൻ രൂപമായിരുന്നു സ്നാപക യോഹന്നാൻ നൽകിയ ജ്ഞാനസ്നാനം. അതിലും കഴുകലും പാപമോചനവും അനുതാപവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാപങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നടക്കുന്ന വ്യത്യസ്തമായ വഴികളുടെ, അനുതാപത്തിൻ്റെ വഴികളിലൂടെ ചരിച്ച് അതിനായി പ്രതിജ്ഞ ചെയ്ത് ശുദ്ധീകരിക്കപ്പെടുന്ന ജ്ഞാനസ്നാനമാണ് പാപമോചനത്തിൻ്റെ സ്നാനസ്നാനമെന്ന് സ്നാപക യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുക. എന്നാൽ സ്നാപകൻ തൻ്റെ ജ്ഞാനസ്നാനം നൽകുമ്പോൾ യേശുവിനെപ്പറ്റി വ്യക്തമായ ഒരു ചിത്രം സ്നാപകന് ഉണ്ടായിരുന്നോ എന്ന് നമുക്ക്
വ്യക്തമായി പറയാനാവില്ല. എന്നാൽ ഒരാൾ ഉണ്ട് എന്നും അയാൾ ഉടൻ വരുമെന്നും ആ വരുന്നവൻ അല്ലെങ്കിൽ മെശിഹായാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്നാനം നൽകുന്നതെന്നും ഇവിടെ സ്നാപയോഹന്നാൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെങ്കിലേക്കുള്ള അണയാനുള്ള വഴിയായി ജ്ഞാനസ്നാനത്തെ, ദൈവത്തിൻ്റെ പാതകളുടെ ചരിക്കാനുള്ള വഴിയായി ജ്ഞാനസ്നാനത്തെ സ്നാപയോഹന്നാൻ അവതരിപ്പിക്കുന്നതാണ് നാം ഈ ഭാഗത്തിലൂടെ നാം കാണുക. പിന്നീട് മർക്കോസിൻ്റെ സുവിശേഷത്തിന് 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്ന ഒരു പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട മറ്റൊരു ഭാഗമാണ് 1-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ യേശു പറയുന്ന ചില ചിന്തകൾ. അതായത് രൂപാന്തരീകരണ സമയത്തിന് ശേഷം യേശു നൽകുന്ന ചില ചിന്തകൾ. യേശു മിശിഹായാണെന്ന് കാര്യം പരസ്യപ്പെടുത്തരുത്, താൻ ആരാണെന്ന് പറയരുത് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശു തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് യേശു ആവശ്യപ്പെടുന്നത്? മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇത് കാണാം. തുടർന്ന് പല ഭാഗങ്ങളിലും തന്നെ വെളിപ്പെടുത്തരുതെന്ന് പലപ്പോഴും യേശു ആവശ്യപ്പെടുകയും കൽപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? അതിനുള്ള ചില കാരണങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യേശുവും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും യേശുവിൻ്റെ ആദ്യകാലങ്ങളിൽ യേശു മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നേയില്ല. എന്നാൽ 2-ാം ഭാഗമാകുമ്പോഴേക്കും 8-ാം അധ്യായം 27-ാം വചനം തൊട്ട് 16 വരെയുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2-ാം ഭാഗത്തിൽ പത്രോസ് യേശുവിനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയുന്നുണ്ടെങ്കിലും യേശു സഹനമരണങ്ങൾക്ക് വിധേയനാകുന്ന ഒരു മിശിഹായായി പത്രോസിന് പോലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നാം മർക്കോസിൻ്റെ സുവിശേഷം മുഴുവൻ നോക്കുകയാണെങ്കിൽ 3 വിഭാഗക്കാരോടാണ് തന്നെ വെളിപ്പെടുത്തരുത് എന്ന് ഈശോ കൽപ്പിക്കുന്നത്. ഒന്നാമത്, താൻ ആരാണെന്ന് വ്യക്തമായി അറിയാമെന്ന പിശാചുക്കളോട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വചനത്തിൽ നാം അത് കാണുന്നുണ്ട്. പിശാചുക്കളോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുത് എന്ന് യേശു കൽപ്പിക്കുന്നു. 2-ാമത്തെ വിഭാഗം അല്ലെങ്കിൽ 2-ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവനിൽ നിന്ന് സൗഖ്യം നേടിയ രോഗികളോട്, തന്നിൽ നിന്നും അനുഗ്രഹവും സൗഖ്യവും പ്രാപിച്ച രോഗികളോട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വചനത്തിൽ പറയുന്നുണ്ട്, താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുത്. 3-ാമത് ശിഷ്യന്മാരോടാണ് പറയുന്നത്, താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുത്. അത് 8-ാം അധ്യായം 30-ാം വചനത്തിൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തി ഈശോ പറയാണ്, താൻ ആരാണെന്ന് വെളിപ്പെടുത്തരുത്. എന്തായിരുന്നു രഹസ്യാത്മകതയുടെ അർത്ഥം? അല്ലെങ്കിൽ യേശു എന്തുകൊണ്ടാണിത് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിന് ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ച മനുഷ്യരുമൊക്കെ മിശിഹായെ കാത്തിരുന്നുവെങ്കിലും അതൊരു ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രക്ഷകനായിട്ടാണ് അവർ യേശുവിനെ കണ്ടിരുന്നത്. ഇസ്രായേൽ കൊടിയ പീഡനങ്ങൾക്കും അടിമത്തങ്ങൾക്കും അടിമപ്പെട്ട അവരുടെ ഉള്ളിൽ ഉയർന്നു വന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു മോഹം, ഈ മിശിഹായെ പറ്റിയുള്ള കാത്തിരിപ്പ് ഒരു രാഷ്ട്രീയ നായകനായി, അല്ലെങ്കിൽ ദാവീദിനെ പോലെയോ സോളമനെ പോലെയോ അങ്ങനെയുള്ള രാജാക്കന്മാരെ പോലെ ഒരു രാഷ്ട്രീയ നായകനായി ഉള്ള ഒരു വരവായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ യേശുവിൻ്റേത് ഒരു രാഷ്ട്രീയ ദൗത്യമായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൽ 13 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ യേശു വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം യേശു വന്നത് തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സമയമാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിടരുന്നതിന് മുൻപേ ഈ യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഒരു കൽപ്പന യേശു തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കങ്ങളിൽ പിശാചിനോടും തന്നിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരോടും ശിഷ്യന്മാരോട് പോലും തന്നെ വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെടുന്നത്. കാരണം അടിമത്തത്തിൻ്റെ മുഖം പേറിയിരുന്ന ഇസ്രായേൽ ആഗ്രഹിച്ച ഒരു ദൈവ രാജാവാക്കുവാൻ യേശുവിനെ പലപ്പോഴും അത്ഭുതങ്ങൾക്ക് ശേഷം ജനം ആഗ്രഹിച്ചിരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ യേശു തൻ്റെ ദൈവത്വം അല്ലെങ്കിൽ ഈ രാജ്യം സ്ഥാപിക്കേണ്ടത് തൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ ആയിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. സഹിക്കുന്ന ഒരു യേശുവിനെ പറ്റി പലതവണ യേശു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടെങ്കിലും ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്രകാരമുള്ള ഒരു യേശുവിനെ അല്ലായിരുന്നു അവർക്ക് ആവശ്യം. മാത്രമല്ല, ശിഷ്യന്മാരുടെ ഇടയിലും ഭൗതികമായ ചിന്തകൾ, തങ്ങളിൽ ആരാണ് വലിയവൻ, ആരാണ് തൻ്റെ വലതും ഇടതും ഇരിക്കുക എന്നുള്ള തർക്കങ്ങൾ പലപ്പോഴും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ഭൗതികമായ രാജ്യത്തെയാണ് മനക്കോട്ട കണ്ടിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ പാത അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു.
മാത്രമല്ല അപ്രകാരമുള്ള ഒരു മിശിഹായല്ല താനെന്ന് വെളിപ്പെട്ടാൽ പലപ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ ചെയ്ത കാര്യങ്ങൾ പരസ്യമാകാതെ നിശബ്ദരായിരിക്കാൻ യേശു ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരാളോട് മാത്രം യേശു തന്നെ പരസ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിലാണ്. ഗനേസറത്തിലെ പിശാച് ബാധിതനോട് പോയി തന്നെപ്പറ്റി എല്ലാവരോടും അറിയിക്കുവാൻ പറഞ്ഞു. കാരണം അത് ഒരു വിജാതീയ സ്ഥലമായിരുന്നു. യഹൂദരുടെ മധ്യത്തിൽ തന്നെ ഒരു മിശിഹായെ അവതരിപ്പിക്കുന്നത് അപകടകരമാണെന്ന് യേശുവിനെ തിരിച്ചറിയാമായിരുന്നു. ഒരു വാക്കിൽ പറഞ്ഞാൽ കാലമെത്തും മുമ്പേഴേക്കും അല്ലെങ്കിൽ കാലം സമാഗതമാവുമ്പോഴേക്കും അതിനു മുൻപേ ഇതറിയുന്നത് അപകടകരവും രാഷ്ട്രീയപരമായ ചില അപകടകരമായ സാധ്യതകൾ ഉണ്ടാകുമെന്ന് യേശുവിന് അറിയാമായിരുന്നത് കൊണ്ടാണ്, അതായത് തൻ്റെ മഹത്വീകരണത്തിന് മുൻപ് ആ രഹസ്യം വെളിപ്പെടാതിരിക്കുന്നതിന് മുൻപ് വേണ്ടിയാണ് ഇപ്രകാരം യേശു ആവശ്യപ്പെട്ടത്. കുരിശിലാണ് തൻ്റെ രഹസ്യം പൂർണ്ണമായി വെളിപ്പെടേണ്ടതെന്ന് യേശുവിന് അറിയാമായിരുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതാണ് അവതരിപ്പിക്കുക എന്നത് മർക്കോസിൻ്റെ ലക്ഷ്യമായിരുന്നത് കൊണ്ടുമാണ് യേശു ഇപ്രകാരം തന്നെ വെളിപ്പെടുത്തരുതെന്ന് മർക്കോസ് സുവിശേഷകൻ്റെ ലേഖനത്തിലൂടെ നാം കാണുന്നത്. കുരിശെടുത്ത് തന്നെ അനുഗമിക്കാനും കുരിശിൻ്റെ പാതയിലൂടെ വേദനയുടെ സ്വയം തന്നെ കണ്ടെത്താനും ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്രകാരം അതുകൊണ്ടാണ് യേശു തന്നെ വെളിപ്പെടുത്തരുത് എന്ന ആ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലാണ് യേശു അത് അവതരിപ്പിക്കുന്നത്. എന്നാൽ വിജാതീയനോട് തന്നെപ്പറ്റി വിജാതീയ ദേശത്ത് തന്നെപ്പറ്റി എല്ലാവരോടും അറിയിക്കുവാൻ തന്നെയാണ് യേശു ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ സാധിക്കുക. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. പാപങ്ങൾ മോചിക്കാൻ മനുഷ്യന് അധികാരമുണ്ടോ, മനുഷ്യപുത്രന് അധികാരമുണ്ടോ എന്നൊരു ചോദ്യം പലപ്പോഴും നമുക്കും നമ്മുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉയർത്താം. മനുഷ്യനായിരുന്ന യേശുവിന് പാപം മോചിക്കാൻ സാധിക്കുമോ? ചിലരെങ്കിലും അപ്രകാരം ഇന്നും മനസ്സിലാക്കുന്നുണ്ട്. യേശു ഒരു പരിപൂർണ്ണ മനുഷ്യനായിരുന്നു, അതുകൊണ്ട് മനുഷ്യർക്ക് എങ്ങനെയാണ് മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കാൻ സാധിക്കുക? അപ്പോൾ തീർച്ചയായും യഹൂദർ യേശുവിനെ കണ്ടത് ഒരു മനുഷ്യനായിട്ട് മാത്രമാണ്, ദൈവപുത്രനായിട്ടല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട് എന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ അത് ദൈവദൂഷണമായി, പൊറുക്കാനാവാത്ത ദൈവദൂഷണമായി യേശുവിൻ്റെ മേൽ ആരോപിക്കുന്നതിന് കാരണവും അത് തന്നെയാണ്. അപ്രകാരം രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ, പാപം മോചിച്ച യേശുവിൻ്റെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയപ്പോഴും മറ്റനേക രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും പാപമോചനത്തിന് തനിക്കുള്ള അധികാരത്തെപ്പറ്റി യേശു പരാമർശിക്കുമ്പോഴൊക്കെ യേശുവിൻ്റെ വിമർശനങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പഴയ നിയമത്തിൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും അനുസരിച്ച്, യഹൂദരുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും അനുസരിച്ച് രോഗവും പാപവും പരസ്പരം ബന്ധപ്പെട്ടതാണ്, അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്. ആ തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ടാണ് രോഗങ്ങളെ പലപ്പോഴും കണക്കാക്കിയിരുന്നത്. അല്ലെങ്കിൽ ഐശ്വര്യമില്ലായ്മയും അനുഗ്രഹമില്ലായ്മയും രോഗവും പീഡകളും ക്ലേശങ്ങളും ഒക്കെ പാപത്തിൻ്റെ പരിണിത ഫലമാണെന്നും മറ്റ് സാമ്പത്തികവും ഭൗതികമായ നേട്ടങ്ങളും ആരോഗ്യമൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെങ്കിൽ പാപമില്ലാത്തതിൻ്റെ സൂചനയാണെന്നും ഒക്കെ കരുതിയിരുന്ന ഒരു സമൂഹത്തിലാണ് പാപം രോഗങ്ങൾക്ക് കാരണമാകാമെന്ന ചിന്ത പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്തുത കാഴ്ചപ്പാടിനെയാണ് യേശു ഇവിടെ തിരുത്തുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നു, യേശുവിന് പാപം മോചിക്കാൻ നിയമജ്ഞർ യേശുവിനെ കാണുന്നത് സാധാരണ മനുഷ്യനായിട്ടാണ്. എന്നാൽ ഒരുവൻ്റെ രോഗം വിമുക്തമാക്കപ്പെടുമ്പോൾ അവൻ്റെ പാപവും വിമുക്തമാക്കപ്പെടുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ടതാണെങ്കിൽ രോഗം വിമുക്തമാക്കാൻ കഴിവുള്ളവന് പാപവും വിമുക്തമാക്കാൻ സാധിക്കുമെന്ന്, അപ്പോൾ താൻ ശാരീരികമായ മനുഷ്യൻ്റെ ബലഹീനതകളിൽ മാത്രമല്ല മനുഷ്യൻ്റെ ആത്മാവിലുള്ള ബലഹീനതകളെയും പരിഹരിക്കാൻ പോന്നവനാണ് എന്ന് യേശു സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതല്ലേ എന്ന് സൂചിപ്പിക്കുമ്പോൾ, എന്ന് യേശു പറയുമ്പോൾ അവൻ്റെ രോഗവും അവൻ്റെ പാപവും മോചിക്കാൻ ശക്തിയുള്ളവനാണ് താനെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇവിടെ പരാമർശിക്കുന്ന ആ മനുഷ്യപുത്രൻ എന്നൊരു പരാമർശം മർക്കോസിൻ്റെ സുവിശേഷത്തിലുടനീളം കാണുന്നതാണ്. അതായത് മനുഷ്യനായി അവതരിച്ച യേശുവിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ക്രമേണ
വെളിപ്പെട്ട് വരുന്നതാണ് നാം കാണുക. അപ്പോൾ അവസാനം നാം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ ശതാധിപൻ നിലവിളിക്കുന്നുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അപ്പോൾ മനുഷ്യപുത്രനായി അവതരിച്ച യേശുവിൽ ദൈവത്വവും പാപമോചിക്കാനുള്ള അധികാരവും യേശുവിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വചനഭാഗം. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ മനോഹരമായ ഭാഗം യേശുവിൻ്റെ ദൈവത്വത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അവൻ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ തന്നെ പാപങ്ങളെയും സുഖപ്പെടുത്തുന്നു. ശരീരത്തെ സുഖപ്പെടുത്തുന്നവൻ ആത്മാവിൻ്റെ രോഗമായ പാപത്തെയും സുഖപ്പെടുത്താൻ ശക്തിയുള്ളവനും ബലവാനുമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ തുടർന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മുന്നോട്ട് നീങ്ങുമ്പോൾ 2-ാം അധ്യായം 17-ാം വചനത്തിൽ കാണുന്ന ഒരു വചനം, നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്ന ഒരു പരാമർശം ചിലപ്പോഴെങ്കിലും ഇത് ആരെപ്പറ്റിയുള്ള സൂചനയാണ്. ആരാണ് ഇവിടെ പരാമർശിക്കുന്ന നീതിമാന്മാർ, ആരാണിവിടെ പറയപ്പെട്ടിട്ടുള്ള പാപികളെന്ന് ചിലപ്പോഴെങ്കിലും സംശയമുണ്ടാകാം. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്ന ഭാഗമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ലേവിയുടെ ഭവനത്തിൽ ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷണത്തിലിരിക്കുന്ന യേശുവിനെതിരായി പിറുപിറുക്കുന്ന ഫരിസേയ സംഘത്തോട് യേശു പറയുന്നതാണ്, പാപികളെ വിളിക്കാൻ ആണ് ഞാൻ വന്നിരിക്കുന്നത്, നീതിമാന്മാരെയല്ല. അപ്പോൾ യേശുവിൻ പാപികളോടും ചുങ്കക്കാരോടും വേശ്യകളോടും ഒക്കെ ഇടപഴകിയിരുന്ന യേശുവിനെ നോക്കി പരിഹസിക്കുന്ന, വിമർശിക്കുന്ന, അല്ലെങ്കിൽ നിയമജ്ഞരും യേശുവിനെ തരം താഴ്ത്തുന്ന, നീ പാപികളോടും ചുങ്കക്കാരോടും വേശ്യകളോടും ഇടപഴകുന്ന അവരുടെ സ്നേഹിതനായ നീ തരം താഴ്ത്തപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിമർശനമാണ് ഇവിടെ നാം കാണുന്നത്. അവിടെയാണ് പറയുന്നത്, മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണാം, ഇവിടെ യഹൂദ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു പഴഞ്ചൊല്ല് ഇതിനോട് ചേർന്ന് പോകുന്നതാണ്. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പോൾ ഈ പരാമർശവും ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ യഹൂദരുടെ നിയമം അനുസരിച്ച് രണ്ട് തരത്തിലുള്ള ഗണങ്ങൾ പാലസ്തീൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന പരിസരത്ത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഒന്നാമത് നിയമങ്ങൾ അണുവിടാതെ തെറ്റാതെ കൃത്യമായി പാലിക്കുന്നവർ. ഒരുപക്ഷെ നമുക്ക് നിയമജ്ഞരെന്നോ ഫരിസേരെന്നോ ഒക്കെ നമുക്ക് അവരെ വിളിക്കാവുന്നതാണ്. രണ്ടാമതായി സ്ഥലവാസികൾ എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ ഭാഗം, അതായത് സാധാരണ ജനങ്ങൾ. ഫരിസേരെ പോലെ നിയമങ്ങൾ പാലിക്കുകയോ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതിന് സ്ഥലവാസികൾ അത്രമാത്രം ഗൗരവമായി കാണുകയോ അല്ലെങ്കിൽ അപ്രകാരം ചെയ്യുകയോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരെ സ്ഥലവാസികളെന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ കൂടെ യാത്ര ചെയ്യുകയോ സംസാരിക്കുകയോ പോവുകയോ ഒക്കെ ചെയ്യുന്നതോ യഹൂദർക്ക് നിഷിദ്ധമായിരുന്നു. അല്ലെങ്കിൽ അവർ വളരെ നിഷിദ്ധമായ വേർതിരിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു തരം ജനവിഭാഗമായിരുന്നു. അതുകൊണ്ട് ആ കൂടെയുള്ളവരോട് അല്ലെങ്കിൽ ആ കൂട്ടർക്ക് തങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നതിനുള്ള യാതൊരു സാധ്യതകളും അവർ രൂപപ്പെടുത്തിയിരുന്നുമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരെ മോശപ്പെട്ട മനുഷ്യരായിട്ടാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള ധാർമ്മിക ച്യുതിയുണ്ട് എന്ന് യഹൂദർ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ധാർമ്മികമായി ഉന്നതരല്ലാതെ എന്ന് വിചാരിച്ചിരുന്ന സ്ഥലവാസികളെ പാപികളെന്നാണ് വിളിച്ചിരുന്നത്. അവർ യഥാർത്ഥത്തിൽ പാപം ചെയ്തിരുന്നത് കൊണ്ട് ആയിരുന്നില്ല അവരെ പാപികളെന്ന് വിളിച്ചിരുന്നത്. കാരണം അവരുടെ നിയമാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കാത്തവരെല്ലാം നികൃഷ്ടരും പാപികളുമായിരുന്നാണ് യഹൂദർ കരുതിയിരുന്നത്. അപ്പോൾ യഹൂദരുടെ നിയമങ്ങൾ അനുസരിക്കാത്തവർ, ധാർമ്മികരെയും നിയമങ്ങൾ ലംഘിക്കുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവൻ, കൊലപാതകി, മോഷ്ടിക്കുന്നവനും എല്ലാം, അല്ലെങ്കിൽ യഹൂദരുടെ കണ്ണിൽ ഇപ്രകാരമുള്ളവരെല്ലാം പാപികളായി സ്ഥലവാസികളായി കരുതപ്പെട്ടിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ലേവിയുടെ ഭവനത്തിൽ വിവാഹത്തിന് വന്നവരൊക്കെ ഏറിയ പേരും ഇവരായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ആരാണ് പാപികൾ എന്ന ചിന്ത നമുക്ക് മനസ്സിലാവുക. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പാപികളെന്ന് പറയുമ്പോൾ ഏതോ വലിയ തെറ്റ് ചെയ്ത ക്രിമിനൽസിനെയാണ്. എന്നാൽ ഇവിടെ പാപികളെന്ന് പറയുന്നത് യഹൂദരല്ലാതെ നികൃഷ്ടരായ എല്ലാവരെയും പാപികളെന്നാണ് കരുതിയിരുന്നത്. വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാൻ എന്ന വാക്ക്, നീതിമാൻ മിഷ്പാത്ത് എന്നൊരു വാക്കാണ്. നീതിമാൻ സങ്കീർത്തനത്തിലും സുഭാഷിതങ്ങളിലൊക്കെ നമ്മൾ ഈ വാക്ക് കാണുന്നുണ്ട്, നീതിമാൻ. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും യഥാർത്ഥത്തിൽ തന്നോട് തന്നെയുള്ള കർത്തവ്യങ്ങളുടെ ആകത്തുകയാണ്, അല്ലെങ്കിൽ തങ്ങളോടും ദൈവത്തോടും മനുഷ്യരോടും തങ്ങളോടുമുള്ള കർത്തവ്യങ്ങൾ ശരിയായി നിറവേറ്റുന്നതിൻ്റെ ആകത്തുകയാണ് നീതിമാൻ. അതുകൊണ്ട് തന്നെ
ഈ വിശ്വസ്തത പുലർത്തുന്നവരെ, നിയമത്തോട് വിശ്വസ്തത പുലർത്തുന്നവരെയാണ് നീതിമാനെന്ന് കരുതിയിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം പാപികളെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ നീതിമാന്മാരെ പ്രത്യേകമായി രക്ഷിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ദൈവത്തോടും മനുഷ്യരോടും തങ്ങളോട് തന്നെ വിശ്വസ്തരായി ജീവിക്കുന്നവർക്ക് പ്രത്യേകമായി അവരിൽ തന്നെ ദൈവം രക്ഷ അവർക്ക് നൽകുന്നു. എന്നാൽ അവർക്ക് പ്രത്യേകമായ ഒരു പരിരക്ഷയോ രക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ പരാമർശിക്കുന്നത് പാപികളാണ്. അപ്പോൾ പാപികളെന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് കരുതിയിരുന്ന ഫരിസേയർ പോലും ഇതിൽ ഉൾപ്പെടുന്നവരാണ് എന്ന് സാരം. അപ്പോൾ യഹൂദരുടെ കാഴ്ചപ്പാടിൽ ആരാണ് പാപികളെന്ന് ചിന്തിക്കുന്നത് പോലെയല്ല യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ. തൻ്റെ സഹോദര നികൃഷ്ടരും മോശക്കാരും താഴ്ന്നവരുമായി കരുതിയിരുന്നവരൊക്കെ നീതിയുടെ പാതയിലല്ലായിരുന്നു എന്നൊരു സൂചനയാണ് നാം കാണുന്നത്. അപ്പോൾ യേശു പറഞ്ഞത് യഹൂദരുടെ കണ്ണുകളിൽ പാപികളെന്ന് മാറ്റി നിർത്തപ്പെട്ടവർ മാത്രമല്ല, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നടക്കാത്തവരൊക്കെ പാപികളാണ് എന്നൊരു ചിന്ത നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ മാത്രമല്ല ഈ രക്ഷ അല്ലെങ്കിൽ നീതിമാന്മാരെ വിളിക്കാനാണ് കടന്നു വന്നത് എന്ന് പറയുമ്പോൾ ഈ രക്ഷ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകപ്പെടുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളൊരു പരമപ്രധാനമായ കാര്യം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നീതിമാന്മാരെയല്ല പാപികളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ പ്രബോധനത്തിന് നീതിമാന്മാർക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ലെന്നോ നീതിമാന്മാരെ ദൈവം വെറുക്കുന്നുവെന്നോ മറിച്ച് നീതിമാൻ എന്നുള്ള അർത്ഥത്തിലല്ല, നീതിമാന്മാരെന്ന് നടിക്കുന്നവരെ യേശുവിന് ആവശ്യമില്ല എന്നാണ് അതിനർത്ഥം. സ്വയം നീതിമാന്മാരെന്ന് നടിക്കുന്ന ഫരിസേയരും നിയമജ്ഞരും അല്ലെങ്കിൽ ഉന്നത കുലജാതരുമായ യഹൂദരെയാണ് അതെനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ പാപികളല്ല എന്ന് സ്വയം ആത്മസംതൃപ്തി നേടുന്ന അവരെയല്ല അതെനിക്ക് ആവശ്യം എന്നുള്ള ഒരു സൂചനയാണ്, ഒരു വിമർശനമാണ് യേശു ഇതിലൂടെ നടത്തുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന 6-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വചനം, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും എടുക്കരുത്. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് യാത്രയാക്കുമ്പോൾ യേശു പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വടിയല്ലാതെ മറ്റൊന്നും എടുക്കരുത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് പ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്, യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ ഇപ്രകാരമാണ് പറയുന്നത്, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വചനം എന്നൊക്കെ രേഖപ്പെടുത്തുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ സ്വർണ്ണമോ കരുതരുത്, ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത് എന്ന് കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വചനം. എന്താണ് ഈ സമവീക്ഷണ സുവിശേഷങ്ങളിൽ അല്ല സമാന്തര സുവിശേഷങ്ങളിലെ ഈ വ്യത്യാസം? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സുവിശേഷകന്മാരെ ആശ്രയിച്ച ഉറവിടങ്ങളുടെ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളുടെ വ്യത്യാസമാണ്. അല്ലെങ്കിൽ അവരെഴുതിയ അല്ലെങ്കിൽ അവർ ആർക്ക് വേണ്ടിയാണോ എഴുതിയത് ആ അനുവാചകരുടെ വായനക്കാരുടെയും പശ്ചാത്തലത്തിൻ്റെ സ്വാധീനമാണ് ഇതിൻ്റെ വ്യത്യാസം നാം മനസ്സിലാക്കുക. അതിന് പ്രധാനപ്പെട്ട കാരണം മർക്കോസ് തൻ്റെ സുവിശേഷം രചിക്കുന്നത് പാലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. AD 65-നും 70-നും ഇടയിൽ വിജാതീയർ ആയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, പാലസ്തീനായിക്ക് പുറത്തുള്ള വിജാതീയരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ലൂക്കാ സുവിശേഷകനാകട്ടെ യഹൂദ പാരമ്പര്യം ആചാരങ്ങൾ അത്ര വ്യക്തമല്ലാതിരുന്ന വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും എഴുതിയതാണ്. മത്തായിയുടെ സുവിശേഷം ആകട്ടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അല്ലെങ്കിൽ യഹൂദരായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ആദ്യം രചിക്കപ്പെട്ട സുവിശേഷമായ മർക്കോസിൻ്റെ സുവിശേഷത്തെ മത്തായിയും ലൂക്കായും ആശ്രയിച്ചു എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തായി സ്വർണ്ണമോ വെള്ളിയോ എടുക്കരുത് എന്ന് പറയുമ്പോൾ മർക്കോസും ലൂക്കാസായും പണം എടുക്കരുതെന്ന് പറയുന്നു. മർക്കോസിലില്ലാത്ത ഈ പൊതുവായ ഉറവിടത്തിൽ നിന്നും എടുത്തതാകാം ഈ അഡീഷൻസിന് കാരണമെന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാം. ഇനി നാം മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ സുവിശേഷകർ വടിയെടുക്കണമെന്നും വേണ്ട എന്നും പറയുന്നതിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ വടിക്കുള്ള ഒരു വലിയ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. തടികൊണ്ട് നീളമുള്ള ഒരു വടി കയ്യിൽ കരുതിക്കുന്നത് ഇസ്രായേലിൻ്റെ പുരുഷന്മാരെ സംബന്ധിച്ച് അത് ഒഴിച്ചുകൂടാത്തതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വചനത്തിൽ നാം ഇത് കാണുന്നുണ്ട്, മോശ വടിയെടുക്കുന്നത്. യാത്രക്കാരനും പടയാളിയും ഒക്കെ ഈ വടി ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നാട്ടിലും പോലീസുകാരുടെ കയ്യിൽ നമുക്ക് ലാത്തി കാണാവുന്നതാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായി വടി നാം കാണുന്നുണ്ട്.
സങ്കീർത്തനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഇത് നമുക്ക് ഇപ്രകാരമുള്ള പരാമർശങ്ങളുണ്ട്. മാത്രമല്ല ചെങ്കോൽ പട്ടാളക്കാരുടെയും മേധാവികളുടെയും അധികാരത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു പശ്ചാത്തലം നാം കാണുമ്പോൾ ലൂക്ക യാത്രയ്ക്ക് ഒന്നും എടുക്കരുതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒന്നും എടുക്കരുത് എന്നത് ശിഷ്യന്മാരുടെ ലൗകിക സുഖങ്ങളോടുള്ള വിരക്തിയെ ഒരു അടയാളമായി നമുക്ക് വേണേ കരുതാം. ശിഷ്യത്വത്തിൻ്റെ വിലയാണ് ശിഷ്യന്മാരുടെ അടിസ്ഥാന മൂല്യം എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഭക്ഷണമോ അത് വാങ്ങാൻ പണമോ എടുക്കാതെ ഒന്നും കരുതാതെ ശിഷ്യന്മാർ യാത്ര പുറപ്പെടുന്നു. ഈ ശിഷ്യന്മാർക്ക് നാടോടികളായ ചിന്തകരിൽ നിന്നും ഗ്രീസിലെ സ്റ്റോയിക് തത്വചിന്തകാരിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. ഇരുവരും ലളിതമായ യാത്രകളാണ് നടത്തിയിരുന്നെങ്കിലും ഭക്ഷണം സ്വീകരിക്കുന്നതിനും ഭിക്ഷയായി സ്വീകരിക്കുന്നതിനൊക്കെ ഇവർക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ചെരുപ്പെടുക്കുന്നതിനെ പറ്റിയും വടിയെടുക്കുന്നതിനെ പറ്റിയും പറയുന്നതിൻ്റെ ഒരു കാരണം നഗ്നപാതരായി പാലസ്തീനായിൽ കൂടെ സഞ്ചരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മർക്കോസ് ചെരുപ്പ് ധരിക്കാൻ ഒരുപക്ഷെ അനുവദിച്ചിരുന്നത്. നമുക്കറിയാം, പാലസ്തീനയുടെ പശ്ചാത്തലത്തിൽ പൊടിയും കല്ലും നിറഞ്ഞ വളരെ ക്ലേശകരമായ ഒരു ഭൂപ്രദേശമാണ് പാലസ്തീനയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചെരുപ്പ് ധരിക്കാൻ മർക്കോസ് അനുവദിക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ പാലസ്തീനയ്ക്ക് പുറത്തുള്ള വിജാതീയരായ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെ ഭൂപ്രകൃതിക്കനുസരിച്ച് ശിഷ്യന്മാർ കൈക്കൊള്ളേണ്ട പ്രായോഗികമായ പദ്ധതിയാണ് ഇവിടെ നാം കാണുക. ഇവിടെ നാം കാണുന്നത് പോലെ നാടോടികളായ തത്വചിന്തകരും അല്ലെങ്കിൽ ഗ്രീക്ക് തത്വചിന്തകരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ ശേഖരിച്ചു പോകുമായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ അതുപോലെയല്ല. ഒന്നും ശേഖരിക്കാതെ പരിപൂർണമായ ദൈവാശ്രയത്തോടു കൂടിയും ലളിതമായും സഞ്ചരിക്കണമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നാം ഇവിടെ കാണുക. വടിയെടുക്കരുത് എന്ന ചിന്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു റോമാക്കാർക്ക് പ്രധാനമായും പ്രത്യേകിച്ച് കൊടും തണുപ്പിൽ ചെരുപ്പില്ലാതെ യാത്ര ചെയ്യുക വളരെ ക്ലേശകരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചെരുപ്പെടുക്കുവാനുള്ള ഒരു അനുവാദം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യത്യാസമായി നാം കാണുക. ഇപ്രകാരമുള്ള ചില സാമൂഹ്യമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഈ വായനക്കാരുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 33-ാം വചനത്തിൽ പത്രോസ് ലീഹായെ സാത്താനെ നീ ദൂരെ പോകൂ അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ പോകൂ എന്നൊരു പരാമർശം കാണുന്നുണ്ട്. ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, പത്രോസ് ദൈവത്തെ പറ്റിയുള്ള വലിയ വെളിപാട്, ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപാട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന വെളിപാട് സ്വീകരിച്ചതിന് ശേഷം, അതിനെ അഭിനന്ദിച്ചതിന് ശേഷം നിനക്ക് ലഭിച്ച ഈ വെളിപാട് സ്വർഗത്തിൽ നിന്നാണ് നൽകപ്പെട്ടത് എന്ന് ഒക്കെ യേശു പരാമർശിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പത്രോസിനെ അതിനിശിതമായി വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രകാരം സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യഹൂദർ കരുതിയിരുന്നത് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ വരുന്ന വില്ലാളി വീരനായ ഒരു മിശിഹായെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആ മിശിഹ തൻ്റെ പീഡാനുഭവത്തെ പറ്റിയും തൻ്റെ കുരിശുമരണത്തെ പറ്റിയുമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുമ്പോൾ പത്രോസ് ലീഹ അതിന് തടസ്സം പറയുന്നതായി നിനക്ക് അപ്രകാരം സംഭവിക്കാതിരിക്കട്ടെ എന്നും ആശംസിക്കുന്നതായി നാം കാണാം. പക്ഷെ അപ്പോഴാണ് ഈശോ പറയുക, സാത്താനെ നീ എൻ്റെ പിന്നിൽ പോകൂ അല്ലെങ്കിൽ നീ എൻ്റെ പുറകിൽ പോകൂ, എൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ എന്നർത്ഥമുള്ള വാക്ക് പ്രയോഗിക്കുക. സാത്താൻ എന്ന വാക്കിന് അതിൻ്റെ മൂല രൂപത്തിൽ നാം കാണുന്നത് എതിരാളി, ശത്രു, പിന്തിരിപ്പൻ എന്നൊക്കെയാണ്. അപ്പോൾ സാത്താനെ എന്ന വാക്ക് യേശു പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പത്രോസ് യേശുവിൻ്റെ എതിരാളിയായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ശത്രുവായി മാറുന്നു, പിന്തിരിപ്പനായി മാറുന്നു. സഹനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാനുള്ള യേശുവിൻ്റെ റോഡ് മാപ്പ് അല്ലെങ്കിൽ യേശുവിൻ്റെ യാത്രയ്ക്ക് പത്രോസ് വഴിയിൽ കയറി തടസ്സം നിൽക്കുന്നു, വിഘാതം നിൽക്കുന്നു, എതിരാളിയായി നിൽക്കുന്നു, ശത്രുവായി നിൽക്കുന്നു. അല്ലെങ്കിൽ യേശുവിൻ്റെ മാർഗത്തിൽ നിന്നും പത്രോസ് യേശുവിനെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. സഹനമല്ല നീ ഏറ്റെടുക്കേണ്ടത്, മറ്റേതോ വഴിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പത്രോസ് പരിശ്രമിക്കുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ തോന്നും. പത്രോസിൻ്റെ വിവരണപ്രകാരം പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞു എന്നാണ്. 8:33 പറയുന്നു, പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞു, നിനക്ക് പ്രകാരം സംഭവിക്കാതിരിക്കട്ടെ.
ഇവിടെ തനിക്കൊരു വെളിപാട് ലഭിച്ചപ്പോൾ പത്രോസ്ലീഹ തൻ്റെ സുപ്പീരിയോറിറ്റി കാണിക്കുന്നത് നമുക്ക് കാണാം. സുവിശേഷം ഉടനീളം പത്രോസിൻ്റെ ഈ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഈ ഡോമിനേഷൻ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്, എനിക്കാണ് വെളിപാടുള്ളത്, ഇനി നീ ഞാൻ പറയുന്നത് പോലെയൊക്കെ കേട്ടാൽ മതി. അപ്പോൾ അവനോടാണ് പത്രോസ്ലീഹായോടാണ് യേശു പറയുന്നത്, നീ എൻ്റെ പിന്നിൽ പോകും, നീ എൻ്റെ മുന്നിൽ നിൽക്കേണ്ടവനല്ല, മുന്നിൽ നിന്ന് നയിക്കേണ്ടത് നീയല്ല, ഞാനാണ്. യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനെ പോലെ അല്ല പത്രോസ് പെരുമാറുന്നത്, മറിച്ച് ഒരു രക്ഷാധികാരിയെ പോലെ പെരുമാറുന്നു, അതും മാനുഷികമായ രീതിയിൽ. അതിനാൽ യേശു പത്രോസിനെ ശാസിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, പത്രോസിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സാത്താൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവികമല്ലാത്ത ചില ചിന്തകളും ആഗ്രഹങ്ങളുമാണ് പത്രോസിനെ ഇവിടെ നാം കാണുക. അതുകൊണ്ടാണ് സാത്താനെ ദൂരെ പോകൂ, പിന്നിൽ പോകൂ എന്ന് പത്രോസിനോട് പറയാനുള്ള കാരണം. ശിഷ്യൻ മുന്നിൽ പോകേണ്ടവനല്ല, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകേണ്ടവനാണ് എന്നൊരു ചിന്ത നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനെ തുടർന്നാണ് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുവിൻ്റെ പ്രബോധനം അതോട് ചേർന്ന് നമുക്ക് വരിക. ഇങ്ങനെ പല ഭാഗങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ കടന്നു വരുന്നു നാം മനസ്സിലാക്കുന്നു. പ്രധാനമായിട്ടും 9-ാം അധ്യായം 49-50 വചനങ്ങൾ കാണുന്ന ഉറകട്ട ഉപ്പ് എന്നൊരു പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമുക്ക് വളരെയേറെ ചിന്തയ്ക്ക് വിധേയമാകുന്ന ഒരു പ്രയോഗമാണ് ഉറകട്ട ഉപ്പോ? അങ്ങനെ ഒരു ഉപ്പുണ്ടോ? ഉപ്പിന് ഉറകിടുകയാണെങ്കിൽ ഉറകിടുന്ന നമുക്ക് വലിയ അജ്ഞാതമാണ്. എങ്ങനെയാണ് ഉപ്പിന് ഉറകിട്ട് പോവുക? അല്ലെങ്കിൽ എന്താണ് ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉപ്പിന് ഉറകിടുക എന്നത് സാധാരണമായൊരു കാര്യമല്ല. ഇതിൻ്റെ പൊരുളറിയാൻ, യേശു എന്താണ് ഉദ്ദേശിച്ചതെന്ന് പൊരുളറിയാൻ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്നതിൻ്റെ പൊരുളറിയാൻ നമുക്ക് അല്പമായി പരിശ്രമിക്കാം. നമുക്കറിയാം, ഉപ്പിൻ്റെ ഉപയോഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമൊക്കെ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യഹൂദ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് പൊതുബലികൾക്കും ദഹനബലികൾക്കും ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 43:24 ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം വചനത്തിലും ഒക്കെ നമുക്കിത് കാണാം. ധൂപാർച്ചനയ്ക്ക് സുഗന്ധദ്രവ്യത്തിൽ ഉപ്പ് വിതരണം എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 43:24 നമുക്കത് കൃത്യമായിട്ട് കാണാം. ജനിച്ച ഉടനെ ശിശുക്കളുടെ ശരീരത്തിൽ ഉപ്പ് പുരട്ടുന്ന ഒരു ശീലം പതിവുണ്ടായിരുന്നു. പൈശാചിക ശക്തിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഉപ്പ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു സൂചന. അപ്പോൾ യഹൂദരുടെ മതപശ്ചാത്തലത്തിലും അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലും ഉപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും എന്നതുപോലെ തന്നെ. അപ്പോൾ ഗലീലി പ്രദേശത്ത് സാധാരണയായി നാം ഇന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ശുദ്ധമായ ഉപ്പ് ലഭിച്ചിരുന്നില്ല. നമ്മളിന്ന് കാണുന്ന പോലെ വെണ്മയേറിയ പൊടിയായിട്ടോ അല്ലെങ്കിൽ പരലായിട്ടോ ഉള്ള ഉപ്പ് അവിടെ ലഭ്യമായിരുന്നില്ല. ഇവിടെ ലഭിച്ചിരുന്ന ഉപ്പാകട്ടെ പലതരത്തിലുള്ള മൂലകങ്ങൾ കലർന്ന ഒരു മിശ്രിതമായിരുന്നു. പലതരത്തിലുള്ള മൂലകങ്ങൾ ധാതുക്കൾ കലർന്ന ഒരു മിശ്രിതമായിരുന്നു ഗലീലി പ്രദേശത്ത് കിട്ടിയിരുന്ന ഉപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഉപ്പിന് വേണ്ടി ഈ മിശ്രിതമാണ് ഉപയോഗിച്ചിരുന്നത്. പലതരം മൂലകങ്ങളോ ധാതുക്കളൊക്കെ അടങ്ങിയിരുന്ന ആ മിശ്രിതമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ ഉപ്പിന് വായു സഞ്ചാരമില്ലാത്ത ഭാഗത്ത് അല്ലെങ്കിൽ സൂക്ഷിക്കണമായിരുന്നു. ഈ ഉപ്പ് മിശ്രിതത്തിൽ ഈർപ്പം കലർന്നാൽ, തട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വായു സമ്പർക്കം ഉണ്ടായാൽ അത് ഉപ്പിൻ്റെ അംശം മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ഒരു മിശ്രിതം മാത്രമായി അവശേഷിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പ് രസം നഷ്ടപ്പെട്ടു പോകും. ഈ മിശ്രിതം പിന്നീട് ഒന്നിനും ഉപകരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ഏത് ഉപയോഗത്തിന്, അത് ശുദ്ധീകരിക്കാനോ സുഖപ്പെടുത്താനോ വിശുദ്ധീകരിക്കാനോ ബലികൾക്കോ ഒന്നും അത് ഉപയോഗിക്കുക സാധ്യമായിരുന്നില്ല. അപ്പോൾ അത് പുറത്തെറിഞ്ഞ് മണ്ണുപോലെ ചവിട്ടുവാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് യേശു അത് പറയുന്നതിൻ്റെ കാരണം. പലപ്പോഴും യഹൂദ റബികളിലെ പ്രബോധനങ്ങളിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദരെ, ലോകം മുഴുവനെയും ഇസ്രായേലിനെയും ശുദ്ധീകരിക്കുന്ന ഉപ്പായി പ്രയോഗം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ഉപ്പ് പോലെ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്, വിശുദ്ധീകരിക്കേണ്ടവരാണ്, രുചി പകരേണ്ടവരാണെന്നൊരു ചിന്ത യഹൂദ റബികൾക്കുള്ളിലും ഉണ്ടായിരുന്നു.
ഈ പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് ഉറകട്ട് പോയാൽ എങ്ങനെ അതിന് ഉറകൂട്ടും? ഇനി നാം വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഉപ്പ് ഉറകട്ട് പോകുന്ന ഉപ്പിനെ പരാമർശിച്ചതിന് ശേഷം നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് യേശു 9-ാം അധ്യായം 50-ാം വചനത്തിൽ പരാമർശിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് മർക്കോസ് ഈ ഉപ്പിനെ പറ്റി ഇപ്രകാരം പരാമർശിക്കുന്നതിന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന യഥാർത്ഥത്തിൽ കാരണം ഒരു മതപീഡന പശ്ചാത്തലത്തിലാണ്, റോമാ സാമ്രാജ്യത്തിൻ്റെ മതപീഡന പശ്ചാത്തലം മർക്കോസിൻ്റെ സുവിശേഷം എഴുതുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഓരോ ശിഷ്യനും തങ്ങളുടെ വിശ്വാസമാകുന്ന ഉപ്പ് ഈ മതപീഡന കാലത്ത് കാത്തു സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഓരോ ശിഷ്യൻ്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം ഒരു ബലിയായി അർപ്പിക്കപ്പെടേണ്ടതാണ്. ബലികളിൽ ഉപ്പ് അർപ്പിക്കുന്നത് പോലെ യഹൂദ മത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ യഹൂദരുടെ ആചാരങ്ങളിൽ ബലികളിൽ ഒക്കെ ഉപ്പ് അർപ്പിക്കുന്നത് പോലെ ഓരോ ക്രിസ്ത്യാനിയും ബലിയർപ്പിക്കപ്പെടേണ്ട സമയമാകുന്നു. ബലിയായി തീരേണ്ടവനാണ്. മതപീഡനങ്ങളുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ഉപ്പായി തീരേണ്ടവനാണ് എന്നൊരു ചിന്ത ഇവിടെ നമുക്ക് ശക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം ഒരു മതപരമായ ആചാരങ്ങളിൽ എപ്രകാരമായിരുന്നു. അപ്പോൾ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ഉപ്പ് തങ്ങളുടെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ബലികളായി അർപ്പിച്ചുകൊണ്ട് പോലും വിശുദ്ധീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കേണ്ടവനാണ് എന്നൊരു ചിന്ത ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാം. മാത്രമല്ല യഹൂദരുടെ അല്ലെങ്കിൽ യഹൂദരുടെയും റോമാക്കാരുടെയും പശ്ചാത്തലത്തിൽ ഉപ്പിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശുദ്ധീകരണ ശേഷിയും സഹോദര സ്നേഹവും വിശ്വാസവുമുള്ള ക്രിസ്തു ശിഷ്യരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉപ്പ് എന്ന് യേശു പരാമർശിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 11-12 വചനത്തിൽ കാണുന്ന മറ്റൊരു കാര്യമാണ്, ഒരു വിവാഹിതനായതിനു ശേഷം ഭാര്യ ഏതെങ്കിലും തെറ്റ് കണ്ടവനെ ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്തവനെ വീട്ടിൽ പറഞ്ഞു വിടട്ടെ എന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ പരാമർശിച്ചോട് ചേർന്ന് വരുന്ന വിവാഹമോചനത്തെ പറ്റിയുള്ള തർക്ക സമയത്ത് യേശു പറയുന്ന കാര്യം ഉപേക്ഷാപത്രം കൊടുത്ത് വിവാഹമോചനം നടത്താൻ അനുവാദം നൽകുന്നതിനെ പറ്റിയുള്ള ചിന്ത നാം പലപ്പോഴും വായിക്കാറുണ്ട്. അപ്പോൾ യേശു വിവാഹമോചനത്തിന് അനുകൂലമായിരുന്നു എന്നൊരു ചിന്ത ചിലരെങ്കിലും ഉയർത്തുകയോ സംശയിക്കുകയോ ചെയ്യാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വിവാഹമോചനം വളരെയേറെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. വിവാഹമോചനം സാധാരണ സംഭവം പോലെ നിലനിന്നിരുന്ന ഒരു സമൂഹമായി ഇടകലർന്ന് ജീവിക്കേണ്ടി വരുന്ന ഇസ്രായേൽക്കാർക്ക് അനുകൂലമായി മോശ ഇക്കാര്യം എഴുതപ്പെട്ടപ്പോൾ മോശ വിവാഹമോചനത്തിന് അനുവാദം നൽകിയതിൻ്റെ പശ്ചാത്തലം ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റായ പ്രവൃത്തികളെ, ഭാര്യയുടെ തെറ്റായ പ്രവൃത്തികളെ കണ്ട് ഭർത്താവിന് മോചന പത്രം നൽകി, ഉപേക്ഷാപത്രം നൽകി അവരെ വിവാഹമോചനം നടത്തേണ്ടതുണ്ട് എന്ന് നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥിതിയെ പറ്റിയുള്ള പരാമർശമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് തെറ്റായ പ്രവൃത്തികൾ എന്ന ചിന്തയിൽ നമുക്ക് മോചനപത്രം എഴുതി കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ, ഭാര്യ ഉപേക്ഷിക്ക് നിയമാനുസൃതമാണോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ സമകാലീനായ വ്യാഖ്യാതാക്കളെയും നേതാക്കന്മാരെയും ചില സാഹചര്യങ്ങളിൽ ഭാര്യയുടെ തെറ്റായ പ്രവൃത്തികളെ ചൂണ്ടിക്കാട്ടി ഉപേക്ഷിക്കാമെന്ന് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ യഹൂദരുടെ ഇടയിൽ 2 ഗണങ്ങളുണ്ടായിരുന്നു. ഒന്നാണ് ഷമ്മായി എന്ന് പറയുന്ന ഒരു ഗണം, രണ്ടാമതാണ് ഹില്ലേൽ എന്ന് പറയുന്ന 2 യഹൂദ ഗ്രൂപ്പുകൾ. 2 രീതിയിലാണ് ഈ തെറ്റായ പ്രവൃത്തിയെ കണ്ടിരുന്നത്. ഒന്നാമത്തേത് ഷമ്മായി എന്ന് പറയുന്ന ഗ്രൂപ്പ് ദാമ്പത്യ വിശ്വസ്തതയിൽ വിശദീകരിക്കുന്ന, നിയമാവർത്തന പുസ്തകത്തിൽ വിശദീകരിക്കുന്ന 22-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും വളരെ ശക്തമായി കർക്കശമായി പാലിച്ചു പോന്നിരുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇപ്രകാരമുള്ള
സ്ത്രീകളുടെ തെറ്റ് അടുത്ത തലമുറകൾക്ക് പാപത്തിന് കാരണമാകുമെന്ന് വിശ്വസിച്ചിരുന്നതുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന തെറ്റ് തെളിയിക്കപ്പെട്ടാൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതായിരുന്നു അവരുടെ വാദം. പരിശുദ്ധ കന്യാമറിയത്തെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാൻ ഒക്കെ ഉണ്ടായ ഈ നിയമം ഇതാണ്. അപ്പോൾ അതുപോലെ കർക്കശമായി ഈ നിയമം പാലിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഷമ്മായി. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ഹില്ലേൽ എന്ന് പറയുന്നവർ തെറ്റായ പ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നതാണ് മാനദണ്ഡമെങ്കിലും ഇവയൊക്കെ ഈ തെറ്റായ പ്രവൃത്തികളെയൊക്കെ നിസ്സാരവൽക്കരിച്ചിരുന്നു എന്നുള്ളതാണ് കാരണം. നിസ്സാരമായ കാര്യങ്ങളെയൊക്കെ തെറ്റായ പ്രവൃത്തികളായി ആരോപിക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഉപേക്ഷാപത്രം നൽകുന്നതിന് ഗൗരവമായ പരബന്ധം അല്ലെങ്കിൽ പരസംസർഗം എന്ന ഗൗരവമായ കാരണത്തേക്കാൾ ഉപരിയായി നിസ്സാരമായ കാര്യങ്ങൾ പോലും തെറ്റായ പ്രവൃത്തിയായി ചിത്രീകരിച്ചിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ മോശമായ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുക, മറ്റൊരു തൻ്റെ ഭാര്യയേക്കാൾ സുന്ദരിയായി കാണുക, ഇപ്രകാരമുള്ള കാരണങ്ങളൊക്കെ ഭാര്യ ഉപേക്ഷിക്കുന്നതിന് കാരണമായി ഈ രണ്ടാമത്തെ ഗ്രൂപ്പുകാർ ആരോപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇവയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിസ്സാരമായ കാര്യങ്ങൾക്കുള്ള വിവാഹമോചനം ഒരിക്കലും അനുവദനീയമല്ല. അത് തെറ്റായ പ്രവൃത്തികളെന്ന് ആരോപിക്കുന്നത് തന്നെ തിന്മയായ കാര്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മോശം നിർക്കർഷിച്ച പരസംഗം മൂലമല്ലാത്ത വിവാഹമോചനം അതിൽ തന്നെ പാപകരമാണ് എന്ന് ഇവിടെ പറയുക. അപ്പോൾ യേശുവിൻ്റെ പ്രബോധനങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ വിവാഹമോചനം ദൈവ നിയമത്തിനെതിരെ തന്നെയാണ്, അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു കാര്യം ദൈവികമല്ല എന്ന് യേശുവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾക്ക് യഹൂദ സംസ്കാരത്തിലും റോമ സംസ്കാരത്തിലും യാതൊരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. അപ്പോൾ അവരുടെ മാനുഷികതയെ, അവളിലെ മാനുഷികതയെ പരിഗണിക്കുകയും അവൾക്ക് പുരുഷനോടൊപ്പം തന്നെ സ്ഥാനമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് ഈ വിവാഹത്തെ പറ്റിയുള്ള ഈ പരാമർശമെന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അനേക ഭാഗങ്ങൾ ഇപ്രകാരം നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അവസാനമായി ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ക്ലേശകരമാണ് ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായം 25-ാം വചനത്തിലെ ചില ചിന്തകൾ കൂടി നമുക്ക് ചിന്തിക്കാം. ഈ ഭാഗം നാം മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ സമ്പത്തുള്ളവൻ അയോഗ്യനാണോ എന്നൊരു പൊതുവായ ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ സമ്പത്തെല്ലാം വിറ്റ് സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് മറ്റൊരവസരത്തിൽ യേശു പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് സമ്പത്തിനേക്കാൾ ദൈവത്തെ അമൂല്യമായി കരുതുന്ന അതിനുള്ള ഹൈലൈറ്റാണ്. എന്നാൽ ഇവിടെ ഈ സൂചക്കുഴിയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ക്ലേശകരമാണ് എന്ന് പറയുന്നതിൻ്റെ പരാമർശം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, സൂചിക്കുഴ എന്ന് പറയുന്ന ജെറുസലേം പട്ടണത്തിൻ്റെ കവാടം അടച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്രികർക്ക് കടന്നു വരുവാനുള്ള ഒരു സൈഡ് ഡോറാണ്, അല്ലെങ്കിൽ പ്രവേശിക്കാനുള്ള ചെറിയ വാതിലിനാണ് ആലങ്കാരികമായി സൂചിക്കുഴ എന്ന് പറയുന്നത്. കാരണം പൗരസ്ത്യ ദേശത്തെ പട്ടണങ്ങളിലുള്ളവർക്കും സന്ദർശകർക്കും ഒരു സമയം കഴിഞ്ഞാൽ പ്രധാന വാതിൽ അടയ്ക്കുമായിരുന്നു. അപ്പോൾ കടന്നു പോകാനുള്ള ചെറിയ വഴിയാണ് ഈ സൂചിക്കുഴ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അതിലെ ഒട്ടകങ്ങൾ കടന്നു പോകുമ്പോൾ ഒട്ടകത്തിന് മുകളിലുള്ള വലിയ ചുമടുകൾ തടസ്സപ്പെടുത്തുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ വാതിലൂടെ വേണം പ്രവേശിക്കാൻ. അപ്പോൾ വലിയ ഭണ്ഡാരങ്ങളോ സമ്പത്തിൻ്റെ കൂമ്പാരങ്ങളോ ഒന്നും കടത്തിക്കൊണ്ട് വരിക അസാധ്യമായിരുന്നു. അപ്പോൾ ഇവിടെ അതിലൂടെ കടന്നു വരണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതിൻ്റെ ഒരാവശ്യകത അവിടെ നാം കാണുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇത് പിന്നീടുണ്ടായ ഒരു ചിന്തയാണോ എന്ന് പലപ്പോഴും പണ്ഡിതന്മാർ ചിന്തിക്കാറുണ്ട്. മറ്റൊരു വാക്കാണ് ഒട്ടകം എന്ന് പറയുന്നതിനുള്ള ഗ്രീക്ക് പദം കമല്ലോസ് എന്നൊരു വാക്കാണ്. കമല്ലോസ്, ക്യാമൽ നമ്മൾ പറയുന്നതിന് തുല്യമായി കമല്ലോസ്. എന്നാൽ ഇതിന് തുല്യമായ മറ്റൊരു വാക്ക് കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് കമിലോസ്. കമിലോസ് എന്ന് പറഞ്ഞാൽ വലിയ കയർ, വടം എന്നൊക്കെ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ
കയറെന്ന് നമുക്ക് പറഞ്ഞാൽ കുറെ കൂടി മനസ്സിലാകും. അപ്പോൾ ഒരു സൂചിക്കുഴിയിലൂടെ കയർ പ്രവേശിക്കുന്ന ഒരു വയർ അല്ലെങ്കിൽ ഒരു വടം പ്രവേശിക്കുന്നത് പോലെ ക്ലേശകരമാണ് സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഒരു സൂചന കൂടി ഇതിനുണ്ട് എന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. മറ്റൊരു വലിയ ഒരു കാര്യം, അപ്പോൾ ഒട്ടകത്തിന് സമാനമായ ഒരു വലിയ കാര്യം സൂചിക്കുഴിയിലൂടെ കടക്കുക എന്ന് പറയുന്നത് അസാധാരണമായ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഈ പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് സുവിശേഷത്തിലും ബൈബിൾ വചനങ്ങളിലൊക്കെ കാണുന്ന ചില കാര്യങ്ങളുടെ പ്രാധാന്യത്തെയും അതിൻ്റെ ഗൗരവത്തെയും കാണിക്കാൻ അതിശയോക്തികരമായ ചില പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇപ്രകാരമുള്ള ദൈവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ആ ആഴമായ പ്രധാനപ്പെട്ട കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ അത് ഉയർത്തി കാണിക്കുവാൻ അതിശയോക്തികരമായ അല്ലെങ്കിൽ മനുഷ്യന് അവിശ്വസനീയമായ ചില സംഭവങ്ങളെ എടുത്തു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ധനാസക്തി ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നു. ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ധനാസക്തിയിൽ ഉൾപ്പെട്ടവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നൊരു ചിന്തയാണ് ഇവിടെ നാം കണക്കാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന പഴഞ്ചൊല്ലുകളും അലങ്കാരങ്ങളും യഥേഷ്ടം ഉപയോഗിച്ചാണ് ദൈവത്തിൻ്റെ വചനങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ ജനങ്ങൾക്ക് അന്ന് അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും യേശു തന്നെയും നൽകിയിരുന്നു എന്നാണ് നമുക്കിവിടെ പ്രധാനമായും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അവസാനമായി മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിൽ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമുക്ക് വലിയ അമർഷം തോന്നുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ട് പോലും യേശു അതിൽ അത്തിപ്പഴം അന്വേഷിക്കുകയും പിന്നീട് അതിനെ ശപിക്കുകയും ചെയ്യുന്നു. യേശു ഇത്ര കാരുണ്യമില്ലാത്ത കാഠിന്യമുള്ള വ്യക്തിയായിരുന്നോ എന്ന് പലപ്പോഴും നമുക്ക് ചിന്ത തോന്നാം. ഇവിടെ അത്തിവൃക്ഷത്തെപ്പറ്റി നമുക്ക് പറയുമ്പോൾ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശത്തിൻ്റെ അവസാനമാണ് ദേവാലയ ശുദ്ധീകരണം നടക്കുക. പ്രസ്തുത സംഭവം രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യം അവതരിപ്പിക്കുക. ഇവിടെ അത്തിമരത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, അത്തിമരം മെഡിറ്ററേനിയൻ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ വളരുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു വൃക്ഷമാണ്. മാർച്ച് മാസം അവസാനത്തോടെയാണ് അത്തിമരത്തിൽ ഇലകൾ കാണപ്പെട്ടു തുടങ്ങുക. ഇതിനു മുമ്പ് തണുപ്പുള്ള കാലമായതിനാൽ, അല്ലെങ്കിൽ മാർച്ച് മാസത്തിന് മുമ്പുള്ള കാലങ്ങളിൽ തണുപ്പുള്ള കാലമായതിനാൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് അതിൻ്റെ ശിഖരങ്ങൾ മാത്രമായൊരു മരമായി ഈ അത്തിമരം കാണപ്പെടും. എന്നാൽ ഈ തണുപ്പ് കാലം കഴിഞ്ഞ് പെട്ടെന്ന് അതിൻ്റെ ശിഖരം തളർക്കുകയും ഒരാഴ്ച കൊണ്ട് ഇലകൾ സമൃദ്ധിയായി വളരുകയും ചെയ്യും. ഈ ഇലകൾ പ്രത്യക്ഷപ്പെടുന്നതോടൊപ്പം അത്തിപ്പഴങ്ങൾക്ക് സമാനമായ ചില മുഴകൾ ഈ മരത്തിൽ കാണപ്പെടാറുണ്ട്. ഇവ യഥാർത്ഥത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ചെറുനാരങ്ങയോളമൊക്കെ വലിപ്പമുള്ള ചെറിയ ഈ മുഴകൾ പോലെയുള്ള ഭാഗം കർഷകരും മറ്റും വിശന്നു അലഞ്ഞു വന്നിരുന്നവർ അതിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു. ശരിയായി പാകമാകുന്നതിന് മുമ്പ് ഇവ കൊഴിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ പ്രധാനമായിട്ട് പറയുന്ന തക്കഷ് എന്നാണ് പറയുക. തക്കഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രത്യക്ഷപ്പെട്ട 6 ആഴ്ചകൾക്ക് ശേഷം ശരിയായ അത്തിപ്പഴങ്ങൾ കഴിക്കുകയാണ് പതിവ്. അപ്പോൾ അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് മർക്കോസ് പറയുമ്പോൾ, അതിൻ്റെ ഇലകൾ തളർത്തിരുന്നു എന്നും പറയുമ്പോൾ അത് താക്കഷ് ഉണ്ടാകുന്ന ഒരു കാലമായിരുന്നു എന്നാണ് സൂചന. അപ്പോൾ ഈ പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മുഴകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയത്താണ് യേശു അതിൽ കടന്നു പോവുകയും പഴങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. പഴങ്ങൾ എന്നതിന് പകരം ഈ ഭക്ഷ്യയോഗ്യമായ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇലകളുള്ള സാധാരണ ഇലകൾ വളരുന്ന സമയത്ത് ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ആ മരത്തിൽ അവ രണ്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സൂചനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശു ഈ ഫലശൂന്യമായ ഈ മരത്തെ ശപിക്കുന്നത്. അതിനുശേഷം ചിലപ്പോഴൊക്കെ ചില മരങ്ങളിൽ ഈ വിളവെടുപ്പതിന് ശേഷം കുറച്ച് ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ മരത്തിൽ അപ്രകാരമുള്ള യാതൊരു ഫലങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ദേവാലയ ശുദ്ധീകരണവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് ഇത് നമുക്ക് ശരിയായി മനസ്സിലാക്കുക. യേശു
ദേവാലയം ശുദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ ശുദ്ധീകരിക്കുന്നതിൻ്റെ മുന്നോടിയായി നടത്തുന്ന ഈ സംഭവം അത്തിവൃക്ഷത്തെ യഹൂദ മതവുമായി ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുക. ശപിക്കപ്പെട്ട അത്തിവൃക്ഷം ശുദ്ധീകരിക്കപ്പെടേണ്ട ദേവാലയത്തിൻ്റെയും ആരാധനയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. അത്തിവൃക്ഷത്തെ ശപിക്കുന്ന സംഭവത്തിൽ എന്നതിലുപരി ഇതൊരു ഉപമയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു സംഭവം എന്നതിനേക്കാൾ ദേവാലയ ശുദ്ധീകരണത്തിന് മുൻപ് യേശു നൽകുന്ന ഒരു ആക്റ്റഡ് പാരബിൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. സാധാരണയായി യേശു ഉപമകൾ പറയാറാണ് ചെയ്യുക. എന്നാൽ ഇവിടെ യേശു ഉപമ തൻ്റെ ജീവിത യാഥാർത്ഥ്യം പോലെ ആക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഫലമില്ലാത്ത യഹൂദ ആരാധനയുടെയും യഹൂദ കർമ്മങ്ങളുടെയും ഒക്കെ ഒരു സൂചനയായി അത്തിവൃക്ഷത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഫലം നൽകാത്ത അത്തിവൃക്ഷം പോലെ യഹൂദജനവും ഫലം നൽകുന്നില്ല എന്നൊരു സൂചന നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ബാഹ്യമായ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഫലമുള്ളതുപോലെയൊക്കെ കാണപ്പെടുന്നുവെങ്കിലും അതിൻ്റെ സമീപിക്കുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശൂന്യമാണെന്നും ഫലദായകമല്ലെന്നും നിരർത്ഥകമാണെന്നും എന്നുള്ള ഒരു ചിന്ത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു ആക്റ്റഡ് പാരബിൾ ആയിട്ടാണ് നമുക്കിത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം ഫലമില്ലാത്ത യഹൂദ ആചാരങ്ങളെയും യഹൂദ ആരാധനയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ദേവാലയത്തെ പിന്നീട് ശുദ്ധീകരിക്കുന്നതായി നാം കാണുക. അങ്ങനെ ദേവാലയ ശുദ്ധീകരണത്തോടുകൂടി യേശു തൻ്റെ ദൈവത്വത്തിൻ്റെ പരിപൂർണമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതാണ് നാം കാണുക. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പല ഭാഗങ്ങളും ഇപ്രകാരം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ, ഇതിൻ്റെ ആന്തരികാർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മെ സഹായിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.